സന്നിധാനത്തും ശബരിമലയിൽ എല്ലായിടത്തും കഴിഞ്ഞ 2 ദിവസം മുന്നേ മഴ നിർത്താതെ പെയ്തിരുന്നു. തുള്ളിക്കൊരുകുടമെന്ന കണക്കിന് മഴ ആർത്തു പെയ്തിട്ടും 18-ാം പടിയുടെ സമീപത്തെ ആഴി അണയാതെ കത്തുന്നു. 10 മണിക്കൂറിലധികം തുടർച്ചയായി മഴ പെയ്തു. ആഴിയിലെത്തി അണഞ്ഞതേയില്ല. വിശ്വാസമല്ലല്ലോ, അത് വിശ്വാസത്തിലൊരു യാഥാർത്ഥ്യമല്ലേ. ഇപ്പം അങ്ങ് പറഞ്ഞ കാര്യം അത് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു എല്ലാവരും കാണുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ അത് യാഥാർത്ഥ്യം തന്നെയാണല്ലോ. വിശ്വാസം എന്ന് പറയുമ്പം സത്യമാവണമെന്നില്ല. അത് കുറച്ച് അപ്പം അതിലൊക്കെ ഉപരിയാണല്ലോ. ഇപ്പം ഈ മുമ്പേ പറഞ്ഞ തന്നെ ഇപ്പോൾ ഒരു വ്രതമെടുത്ത് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് വരുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു വെറും വിശ്വാസം എന്ന വാക്കുകൊണ്ടൊരിക്കലും പറയാൻ പറ്റത്തില്ല. അതൊരു വില കുറച്ച് കാണുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിക്കൊരു നമുക്കുണ്ടാവുന്ന സത്യസന്ധമായ അനുഭവം എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എല്ലാം നശിപ്പിക്കാൻ കഴിയുന്നതാണ് അഗ്നി. സർവം ചുട്ടുചാമ്പലാക്കാൻ മതിയായത് തീയത്തെടുക്കാൻ ശക്തമായ ഒരു മഴ മതി. പക്ഷേ ശബരിമലയിലെ അണയാതെ കത്തുന്ന ആഴിയുടെ പ്രഭയണയ്ക്കാൻ കനത്ത മഴയ്ക്കും കഴിഞ്ഞില്ല. ഇരുമുടിക്കെട്ടിലെ നെയ്ത്തേങ്ങ അയ്യപ്പ ദർശനം കഴിഞ്ഞ് നെയ് അഭിഷേകത്തിനായി മാറ്റിയതിനു ശേഷമുള്ള തേങ്ങയാണ് ആഴിയിലിടുന്നത്. എല്ലാം വിശ്വാസമാണ്. പക്ഷേ ശബരിമലയിൽ അത് യാഥാർത്ഥ്യമാണെന്ന് തന്ത്രിയും പറയുന്നു. വിശ്വാസം എന്ന് പറയുമ്പോൾ അത് വ്യാജമാകാം. അപ്പം എന്ന് പറയുന്നത് ആഴിയും ഇത് ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ആഴിയാണ്. അപ്പം അതൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന അംഗങ്ങളിലൊന്നാണ് ഈ അഴിയും ഇതൊക്കെ. ഇത് അവിടെയാണ് ഭക്തജനങ്ങൾ ഈ നെയ്ത്തേങ്ങയുടെ ഇത് അവിടെയാണ് ഇട്ടിട്ടാണ് പോകുന്നത്. ആഴിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൽമരത്തിൻ്റെ ഇല കടുത്ത ചൂടിലും വാടാതെ നിൽക്കുന്നതും ആശ്ചര്യം തോന്നിപ്പിക്കുന്നതാണ്. അണയാത്ത ആഴിയും വാടാത്ത ആലിലയുമൊക്കെ ശബരിമലയുടെ പൊരുളാണ്. തത്വമസി നമ്മളുടെ ഈ ആത്യന്തികമായൊരു ലക്ഷ്യത്തെ സൂചിപ്പിക്കുക. അപ്പം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ ഭക്തർ സാധാരണ ഒരു ക്ഷേത്രത്തിലോട്ട് അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിലോട്ട് വരുന്ന പോലല്ല. ഇവിടേക്ക് വരുമ്പം ഒരുപാട് പ്രത്യേക ചില നിഷ്ഠകളൊക്കെ സ്വീകരിച്ച് കുറച്ച് നിശ്ചിത കാലത്തെ വ്രതമൊക്കെ നോറ്റാണ് ഇവിടേക്ക് വരുന്നത്. അപ്പം ഇത്രയും വ്രതമൊക്കെ വന്ന് ശരീരവും മനസ്സും എല്ലാം പാകപ്പെട്ടിട്ട് ഈ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സങ്കേതത്തിലോട്ട് എത്തുമ്പം കിട്ടുന്ന ഒരു അനുഭൂതിയാണ് തത്വമസി എന്ന് പറയുന്നത്. കാരണം അപ്പോഴാണ് ആ ഉള്ളിലുള്ള ആ ഈശ്വരീയതയെ കൂടുതൽ വെളിവാകുകയും അങ്ങനെ ഉണ്ടാകുന്ന ഒരു അനുഭവം. ആ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയാണെന്നുള്ള ആ വ്യക്തിയുടെ ഒരു സീക്കിങ് അവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ ഒരു ഇതാണ് തത്വമസി എന്ന് പറയുന്നത്. അണയാതെ കത്തുന്ന ആഴി ശബരിമലയിൽ ഭക്തർക്ക് വിശ്വാസത്തിൻ്റെ നേർസാക്ഷ്യമാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എല്ലിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ സന്നിധാനം.